FA കപ്പിൽ വമ്പന്മാരായ ആഴ്സണലിന് അടിപതറി എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് വാർത്തയാണ്. അതായത് ആഴ്സണൽ ഈ സീസണിൽ എല്ലാ കപ്പിനും കർബാവോ കപ്പ്, FA കപ്പ്, പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ഈ 4 ട്രോഫികൾക്കും വേണ്ടി ഒരുപോലെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു ആഴ്സണൽ. ബട്ട് ലാസ്റ്റ് മത്സരത്തിൽ ആഴ്സണൽ കർബാവോ കപ്പിൽ സിറ്റിയായിട്ട് ഫൈനലിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും FA കപ്പിൽ അവര് സൗത്താംപ്ടണായിട്ട് പരാജയപ്പെട്ടു. അതായത് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കപ്പ് ഗെയിംസിൽ നിന്ന് അവര് റെലഗേറ്റ് ആയി, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് പുറത്തായി എന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ ഒരു സീസണിൽ ഇന്ന് പ്രീമിയർ ലീഗ് കിരീടമെങ്കിലും ഈ ഒരു ടീമിന് അടിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കാന്ന് പറയുന്നത്, ഈവൻ ദോ അവർക്ക് അടുത്ത മത്സരം സ്പോർട്ടിംഗ് ആണെങ്കിലും അത് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ സൗത്താംപ്ടൺ തന്നെയാണ് അവർ പുറത്തായിട്ടുള്ളത്. അപ്പോൾ സ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം അത് ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ടീമാണ്. ഇനി ഈവൻ ദോ സ്പോർട്ടിംഗ് കഴിഞ്ഞ് പോയാലും ബാഴ്സലോണ ഉണ്ട്, അവരെ അല്ലെങ്കിൽ അത്ലറ്റിക്കോയെ നേരിടേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ ബാഴ്സലോണ ആയിരിക്കും സെമി ഫൈനലിസ്റ്റ് ആയി വരിക. അത് കഴിഞ്ഞാൽ എന്തായാലും മറ്റേ സൈഡിൽ PSG, ലിവർപൂൾ, ബയേൺ, റയൽ തുടങ്ങിയ ഹൈ ടീമുകളായിരിക്കും. അപ്പൊ അവിടെ കപ്പടിക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. ഇനി ഈ ഒരു പ്രീമിയർ ലീഗിലെങ്കിലും അടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാനൊരു ആഴ്സണൽ ഫാനല്ലേ, പക്ഷെ ആഴ്സണലിന്റെ ഈ സ്ട്രഗ്ലിംഗ് കാണുമ്പോൾ അവന്മാർ ഒരു കപ്പെങ്കിലും അടിക്കട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോകണേ. ഇനി അതായത് ഈ ഒരു മത്സരത്തിലേക്ക് വന്നാൽ FA കപ്പിൽ അവര് ആഴ്സണലിന് വേണ്ടിയിട്ട് അവർക്ക് ആകെ ഒരു ആശ്വാസ ഗോൾ നേടിയിട്ടുള്ളത് നമ്മുടെ സ്വീഡിഷ് താരമായ ഗ്യോക്കറസ് ആയിരുന്നു. ഇന്ന് നമുക്ക് ആഴ്സണലിന്റെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ അതിൽ ഗബ്രിയൽ ജീസസ് ആയിരുന്നു ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു 4-2-3 എന്ന ഷേപ്പിലായിരുന്നു മറ്റേ അറ്റാക്കിംഗ് സൈഡിൽ ഗബ്രിയൽ മാർട്ടിനലി, കായ് ഹെവർട്സ്, പിന്നെ മാക്സ് ഡോമൻ ആ ഒരു യങ് പ്ലെയറും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസീവ് ആ ഒരു മിഡ്ഫീൽഡിൽ നമ്മുടെ മാർട്ടിൻ ഒഡേഗാർഡും അതുപോലെ തന്നെ നെഡോഗാർഡ്, ആ 2 പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസീവ് ലൈനിൽ നോക്കിയാൽ നമുക്ക് വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗബ്രിയൽ ഉണ്ട്, സ്കെല്ലി ഉണ്ട്, അതുപോലെ തന്നെ മസ്കാര പുതിയ പ്ലെയർ ആണ് തോന്നുന്നു. പിന്നെ ഗോൾ കീപ്പർ ആയിട്ട് കെപ്പയായിരുന്നു വരകാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കെപ്പയെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് ഫൈനൽ കപ്പ് ഗെയിംസിൽ തോൽക്കുമ്പോൾ അതിന് കെപ്പയുടേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടോയെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ 24 ഷോട്ട് ആഴ്സണൽ അടിച്ചിട്ടുണ്ട്. ഇതിൽ 9 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. സൗത്താംപ്ടൺ 7 ഷോട്ടിൽ നിന്ന് 4 ഷോട്ട് ഓൺ ടാർഗറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പൊസിഷൻ നോക്കുകയാണെങ്കിലും ആഴ്സണലിന് 64% പൊസിഷൻ ഉണ്ട്, സൗത്താംപ്ടൺ 36%. പിന്നെ പാസസ് 458 പാസസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആഴ്സണൽ, മറ്റവർ 269. പാസ് അക്യൂറസി 91% ആഴ്സണലുണ്ട്, അവർക്ക് 79%. പിന്നെ കൂടുതൽ ഫോൾസ് നടത്തിയത് ആഴ്സണലാണ്, 10 ഫോൾ നടത്തിയിട്ടുണ്ട്, ഒരു യെല്ലോ കാർഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 9 കോർണർ ഉണ്ടായിട്ട് പോലും ആഴ്സണലിന് ഒരു ഗോൾ ഈക്വലൈസർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗോൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ആഴ്സണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വിശകരമാകുന്ന ഒന്നാണ്. ഏതായാലും ആഴ്സണൽ തോറ്റു. ഇനി ആകെ ശ്രദ്ധിക്കാനുള്ളത് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗാണ്. അതിൽ അർട്ടറ്റ എങ്ങനെയായിരിക്കും തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെ. ഏതായാലും കോണ്ടൻസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.